സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള സ്റ്റേഷൻസ് ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ചെയ്യുന്നത് പല ഈ ബോൾട്ടിന് കുറേ ചാർജസ് ഉണ്ട്. 3.0 നോർമൽ ചാർജർ ഉണ്ട്, കാർ ചാർജർ ഉണ്ട്, കുറേ ഉണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഇതിന് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് കാണാൻ പറ്റും. കുറേ ഈസി ആയിരിക്കും. Type 6, Type 7 കൊടുക്കുക. ഫിൽറ്ററിൽ കണക്ടർ ടൈപ്പ് എടുത്തിട്ട് Type 6 ആൻഡ് Type 7 കൊടുക്കണം. അതെ, അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മാത്രം ഈ ബ്ലേസ് DC മാത്രം കാണിക്കും. ഓക്കെ ഫൈൻ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. ഇന്ന് നമ്മളുള്ളത് ചാരുമൂടുള്ള ആർട്ടിമീസ് EV ചാർജ് സ്റ്റേഷനിലാണ്. 2 വീലേഴ്സ് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റിയ ബോൾട്ടർത്തിന്റെ ബ്ലേസ് DC എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ ബോൾട്ടർത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു 2 വീലർ ഫാസ്റ്റ് ചാർജ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ചാർജ് സ്റ്റേഷൻസ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഗണ്ണ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഗണ്ണാണ് നമ്മുടെ ഈ 2 ഗണ്ണ് ഈ മെഷീനിലുണ്ട്. ഒന്ന് പറയുന്ന ഒന്നോല ഈ ഗണ്ണ്, ഒന്ന് ചെയ്തത് അപ്പുറത്ത്. ഈ 2 ഗണ്ണുണ്ട്. ഇതോലയുടെ ഗണ്ണ് ഈ ടൈപ്പാണ്, Type 6 ആണ്. ഈ 2 ഗണ്ണ് ആക്ച്വലി എൻ്റെ അറിവിൽ ഈ 2 ഗണ്ണാണ് ഇപ്പോൾ ഇന്ത്യയിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഇതോലയുടെ Type 6. ഓക്കെ, നമ്മൾ എന്നിട്ട് ദെൻ ഇതിൻ്റെ ഈ മെഷീൻ വർക്ക് ചെയ്യുന്ന ബോൾട്ടർ എന്ന് പറഞ്ഞ ഇവരുടെ ആപ്ലിക്കേഷനിലാണ്. ഓക്കെ, അപ്പം ബോൾട്ടർ എന്ന ആപ്പ് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ദെൻ ബേസിക് ആയിട്ട് നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. കാരണം ഇതിൻ്റെ മെയിൻ കാര്യം വെച്ചാൽ ഈ ആപ്പ് ഇല്ലാതെ ഇത് ഓൺ ചെയ്യാൻ പറ്റില്ല. മീൻസ് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ബോൾട്ടർത്തെ ആപ്പ് അത്രയും ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് തന്നെ പലരുടെയും ഈ ആപ്പ് കാണത്തില്ല. അപ്പം നമ്മൾ കാണത്തില്ല, ഇങ്ങനെ സ്റ്റേഷൻ ഉണ്ടെന്ന് അറിയത്തില്ല. ഇതല്ലാതെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. നമുക്ക് ആക്ച്വലി ഈ സ്കൂട്ടർ ചാർജ് ചെയ്യുന്നത് മാത്രമല്ല 3.3 കിലോവാട്ടിൻ്റെ സ്ലോ ചാർജേഴ്സും ബോൾട്ടിന് ഒരുപാടുണ്ട്. ഉണ്ട് 4 വീലർ ചാർജറും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ദെൻ ഇത് സ്കിപ്പ് ചെയ്യുക. ഹൗ ടു ചാർജ് ആണ്, ഇത് സ്കിപ്പ് ചെയ്ത് വിടുക. ഇപ്പോൾ ലൊക്കേഷൻ ആക്സസ് കൊടുക്കുക. ഇപ്പം നമ്മൾ പുതുതായിട്ടാണ് ഒരു ഈ പറയുന്ന അക്കൗണ്ട് എടുക്കുന്നതെങ്കിൽ ചിലപ്പം ബേസിക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചെന്നുള്ളൂ. എല്ലാം ഇത് അലോ ചെയ്ത് കൊടുക്കുക, നോട്ടിഫിക്കേഷൻസും എല്ലാം. ദെൻ നമ്മളുടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റേഷൻ എവിടെയാണ് അതാണ് ഏറ്റവും അടുത്ത് കാണിക്കുന്നത്. പ്രഭാവി ആർട്ടിമിസ് എന്നുള്ളതാണ് ഇവിടുത്തെ സ്റ്റേഷൻ്റെ പേര്. ഇവിടെ കൊടുക്കുന്നത് ഇത് 2 ഗൺ കണ്ടോ, ഈ 2 ഓപ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ Type 6 എന്ന് പറയുന്നത് നമ്മുടെ ഒലയുടെയും, ഒല മാത്രമല്ല ഒല അൾട്രാ വയലറ്റ്, സിമ്പിൾ വൺ, കുറേ വണ്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഉള്ള സ്കൂട്ടേഴ്സിൻ്റെ ഒരു 80%, 90% ഈ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. Type 7 എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ഇപ്പം എയ്തറും ഒലയും മാത്രമാണ്. സോറി, എയ്തറും നമ്മുടെ ഹീറോയുടെയും. അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ബേസിക് ഡീറ്റെയിൽ കൊടുക്കുക. അതിൽ വെഹിക്കിൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ എയ്തർ ഓണോട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഒല ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ഒലയുടെ കറക്റ്റ്. അപ്പോൾ ആഡ് വെഹിക്കിൾ എടുക്കുക. ഇവിടെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കറക്റ്റ് വെഹിക്കിൾ അല്ലെങ്കിൽ ഇത് എടുക്കില്ല ഈ ചാർജർ. കാരണം ഇത് മൾട്ടിപ്പിൾ വണ്ടി ചാർജ് ചെയ്യുന്നതുകൊണ്ട് പല വണ്ടികളുടെ ഇത് വെച്ചിട്ട് കറക്റ്റായിട്ട് വണ്ടി കറക്റ്റായിരിക്കണം. അപ്പോൾ ഇതിൽ ആഡ് വെഹിക്കിൾ എടുക്കുന്നു. ഞാനിപ്പോൾ ഈ വണ്ടി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഓല ഇലക്ട്രിക് എടുക്കുന്നു. അതിന് പല മോഡലുണ്ട്, കുറേ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് S1 Pro ആണ് ഈ വണ്ടി. ഇപ്പോൾ കൊടുക്കുന്നു. വണ്ടി നമ്പർ കൊടുക്കണമെന്നില്ല, കൊടുക്കാം. ദെൻ ആഡ് വെഹിക്കിൾ കൊടുക്കുന്നു. അപ്പോൾ വെഹിക്കിൾ ആഡായി. ഇപ്പോൾ 2 വണ്ടി ആഡായിട്ടുണ്ട്. പിന്നെ വാലറ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വാലറ്റിലെ പേയ്മെൻറ്റ് നമ്മൾ എത്ര മാസം ഇടുക, ഒരു ഗൂഗിൾ പേ വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് പേ ചെയ്യുന്നു. അതെ, നമുക്ക് നമ്മുടെ എത്ര വണ്ടി ഉണ്ടോ അത് നമ്മുടെ ആപ്പിൽ ആഡ് ചെയ്യാം. പക്ഷേ അറ്റ് എ ടൈം ഇത് ഒരു വണ്ടിയെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കാറിൻ്റെ നമുക്ക് ആപ്പിൽ തന്നെ സെലക്ട് ചെയ്യാം. അതെ, നമ്മളത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഈ വാലറ്റൊക്കെ വരുന്നത്. നമ്മൾ നോർമലി വരുവാണ്, നമ്മൾ ജസ്റ്റ് ആപ്പ് സെറ്റ് ചെയ്തു, നമ്മൾ വെഹിക്കിൾ ഡീറ്റെയിൽസ് വാലറ്റൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നു. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം ആദ്യം ഒരു വൺ ടൈം സെറ്റിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഗണ്ണെടുത്ത് ഫസ്റ്റ് കണക്ട് ചെയ്യുന്നു. നമ്മുടെ ഈ പ്രൊസീജിയർ ഒക്കെ നമ്മൾ നേരത്തെ വീട്ടിൽ ചെയ്ത് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ അല്ല, വീട്ടിൽ ചെയ്യുന്നതിനല്ല. കാരണം എവിടെയാണ് ഈ സ്റ്റേഷൻ അറിയണേ പോലും ഇത് വേണം. നമ്മളിപ്പം ഈ ഒരു ബോൾട്ടറിന്റെ ചാർജസ് അല്ല എവിടെ അറിയണേ ഈ ആപ്പെല്ലാം വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. സോ നമ്മളിപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ വണ്ടിയിൽ നിന്ന് കണക്ട് ചെയ്യുക. അതിന് ശേഷം QR കോഡ് എടുക്കുന്നു. നമ്മൾ ഈ 2 QR കോഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓലയുടെ സൈഡിൽ കറക്റ്റായിട്ട് ഈ റൈറ്റ് സൈഡിൽ അത് തന്നെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെലക്ട് വെഹിക്കിൾ, ഇപ്പോൾ 2 വെഹിക്കിളുണ്ട്. അപ്പോൾ ഞാൻ ഓല S1 Pro കൊടുത്തു. ഇത് വണ്ടി ചാർജ് ഉണ്ട്. അതിനുശേഷം ഇവിടെ ഡിഫോൾട്ടായിട്ട് ഒരു 1 hour ആയിരിക്കും കിടക്കുക. അപ്പോൾ 1 hour ആകുമ്പോൾ നമുക്ക് 76 rupees കോസ്റ്റ് ആവും എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ഈ സ്റ്റേഷന് 32 rupees per kilowatt ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റേഷനിൽ ഓരോ റേറ്റ് ആയിരിക്കും. അത് നമുക്ക് ആപ്പിൽ തന്നെ അറിയാം, ഓരോ സ്റ്റേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എത്ര വേണ്ട, നമുക്കിപ്പോൾ അത്രയും വേണ്ട, നമുക്കൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ചാർജ് ഇത് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് എത്ര ടൈം വേണോ ഉള്ളത് സെറ്റ് ചെയ്യാം. അതാണ് ഇതിന് അഡ്വാൻറ്റേജ്.
ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ 30 മിനിറ്റ് ഇട്ടാലും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കട്ട് ചെയ്യാമല്ലോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഈ ഇത്ര രൂപ ആവുമെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ വാലറ്റിൽ ഓൾറെഡി ഇപ്പോൾ ഞാൻ 50 ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് 38 രൂപ ആദ്യം കട്ടാവുന്നു. എന്തെങ്കിലും 38 രൂപ ആകുമ്പോൾ സ്റ്റോപ്പ് ആവുന്നത്. അപ്പം ഇതിൽ ഈ എനർജിയും ഉണ്ട്, റേറ്റും ഉണ്ട്. 1.2 kWh അല്ലെങ്കിൽ 38 ഈ 30 മിനിറ്റോ, ഈ രണ്ടിൽ ഏതാണ് ആദ്യം വരുന്നത് കട്ടാവും. അപ്പം ഞാൻ ഇനി 30 മിനിറ്റിലേക്ക് ഞാനിത് ബുക്ക് ചെയ്യുകയാണ് ഈ ചാർജർ. എന്നിട്ട് റെഡി ടു ചാർജ്, സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കുക. ബുക്ക് ചാർജർ ദെൻ സ്റ്റാർട്ട് ചാർജർ. ആ ടൈമിലേക്ക് ഞാനിത് ബുക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്നിട്ട് ചാർജ് കൊടുക്കുമ്പോഴത്തേക്കും അത് ട്രിഗറായി മെഷീൻ. അത്രേ ഉള്ളൂ. അവിടെ വണ്ടിയിലും കാണിക്കും, ഇതിലൊരു ഇൻഡിക്കേഷൻ വരും, നമ്മുടെ ഫോണിലും അറിയാം. അത് കൂടാതെ വണ്ടിയിലും നമുക്ക് നോക്കി അറിയാം. വണ്ടിയിലും കാണിക്കും, ഫാസ്റ്റ് ചാർജ് എന്ന് കാണിക്കും. നോർമൽ നമ്മുടെ ഹോം ചാർജറാണ്, അത് കാണിക്കത്തില്ല നമുക്ക്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വീട് ഓഫ് ആയിരിക്കും. കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അടുത്ത വണ്ടി അതിപ്പോൾ ഓലയാണെങ്കിലും അല്ലെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും. പക്ഷേ അറ്റ് എ ടൈം ഇത് 2 ഗണ്ണ് ഉണ്ടെങ്കിലും നമ്മൾ നോർമൽ കാർ ചാർജ് എന്നൊക്കെ പറയുന്ന ഡുവൽ ഗണ്ണാണ്, 2 ഒരേ സമയം ചാർജ് ചെയ്യും. പക്ഷേ ഇത് അങ്ങനെ പറ്റില്ല. അറ്റ് എ ടൈം ഒരു വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഓലയ്ക്ക് എൻ്റെ അറിവിൽ ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഹൈപ്പർ ചാർജർ പലയിടത്തും ഇല്ലല്ലോ, അപ്പം വളരെ റെയറാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ ഓലയ്ക്ക്. ഏറ്റവും കൂടുതൽ വണ്ടി ഉള്ളത് ഓലയ്ക്കാണ്. അതായത് ഏറ്റവും കൂടുതൽ ഗണ്ണുള്ളതും ഓല ടൈപ്പാണ്. ഈ ആകെ 2 വണ്ടി എൻ്റെ അറിവിൽ ഹീറോയും ഏതറും അല്ലാതെ ആ ഗണ്ണ് ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഏതറിൻ്റെ അഡ്വാൻറ്റേജ് ശരിക്കും പറഞ്ഞാൽ ഗ്രിഡ് ഉള്ളതാണ്. ഏതൊരു കമ്പനി ഗ്രിഡ് എല്ലാവരും ഉള്ളതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ ആപ്പിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിപ്പം എത്ര കൺസ്യൂം ചെയ്തിട്ടുണ്ട്, എത്ര മിനിറ്റിന് നമ്മൾ ഇപ്പം ഞാൻ 30 മിനിറ്റ് ആണല്ലോ കൊടുത്തത്, അത് എത്ര മിനിറ്റ് റിമൈനിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ SOC, അതായത് ചാർജിൻ്റെ ഇപ്പോൾ വണ്ടിയുടെ എത്ര ചാർജ് ഉണ്ടെന്ന് പോലും നമുക്ക് ഈ ആപ്പിൽ. ഇപ്പം നമ്മുടെ വണ്ടിയിൽ ഏകദേശം 83% ചാർജ് ഉണ്ട്. നമ്മൾ 3 kW ആണ് ഇപ്പോൾ ഔട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ 3 kW ആണ് മാക്സിമം കപ്പാസിറ്റി. പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്, നമ്മളെല്ലാ വണ്ടിയും ഇപ്പോൾ എല്ലാ ഫോണും കാറും ഒക്കെ പോലെ തന്നെ ഒരു 80 അല്ലെങ്കിൽ 90 ആകുമ്പോഴത്തേക്കും എല്ലാ വണ്ടിയും സ്ലോ ആവും. ചാർജിങ് സ്ലോ ആവും. അപ്പം നമുക്കൊരു ഫാസ്റ്റ് എപ്പോഴും കിട്ടുന്നത് ഒരു 0 to 80 85 ആയിരിക്കും മാക്സിമം സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 3 kW താഴോട്ടായിരിക്കും എടുക്കുക. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഒരു 10% കയറാൻ 10 മിനിറ്റ് ഏകദേശം ആ ഒരു ടൈമിംഗ് ആയിരിക്കുമല്ലോ ഇതിനകത്ത്. അതെ ഏകദേശം. അപ്പോൾ നമ്മൾ ഈ ചാർജിങ് നമ്മളിപ്പം ഇവിടെ ആയാലും നമ്മുടെ ഡീറ്റെയിൽ കാണിക്കുക. അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അപ്ഡേറ്റ് നമുക്ക് ലൈവായിട്ട് അറിയാൻ പറ്റും. പിന്നെ നമ്മളിവിടെ വന്നില്ലെങ്കിലും നമ്മൾ വേറൊരാളുടെ വണ്ടി കൊടുത്തു വിട്ടാലും നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്കിതുപോലെ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിത്ര 18 മിനിറ്റ് ആയിട്ടുണ്ട്. റിമൈനിങ് 18 മിനിറ്റ് ഉണ്ട്, 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ 86% ആയി. ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയാലും നമ്മൾ ഈ പറഞ്ഞ 80 എബോ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. എൻ്റെ ബുക്ക് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം, എൻ്റെ ബുക്കിംഗ് ചെയ്താൽ മതി. ജസ്റ്റ് കൊടുക്കുക, സ്റ്റോപ്പ്. അവിടെ ലൈറ്റ് അപ്പോൾ സ്റ്റേബിൾ ആവും മെഷീനിൽ. കഴിയും, ഇത്രേ ഉള്ളൂ. സ്ക്രീൻ ഒന്ന് കാണിക്കണം. ഇവിടെയും ഈ പറഞ്ഞ കണക്ക് നോ ചാർജിങ് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഇവിടെ ആയതിനു ശേഷം ചാർജ് സമ്മർ ആണ്. അതെ, ഇങ്ങനെ സമ്മർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഓൾറെഡി ഇത്ര മിനിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു, 30 മിനിറ്റ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ആ പാടെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അതായത് 4 രൂപ മാത്രമാണ് നമുക്ക്, 4.54 മാത്രമാണ് നമുക്ക് ഇവിടെ കോസ്റ്റ് ആയത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി ഈ പറഞ്ഞ ഗണ്ണ് തിരിച്ചു വെച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ഇനിയിപ്പോൾ ഗണ്ണ് ഒരു തിരിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. ഈ ചാർജർ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാം ആപ്പിൽ സെർച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. ദെൻ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റേഷനാണ് അത് ഫസ്റ്റ് കാണിക്കുന്നത്. നമ്മൾ നിൽക്കുന്നിടത്ത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റേഷനാണല്ലോ നിൽക്കുന്നത്. സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള സ്റ്റേഷൻസ് ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ചെയ്യുന്നത് പല ഈ ബോൾട്ടിന് കുറേ ചാർജസ് ഉണ്ട്. 3.0 നോർമൽ ചാർജർ ഉണ്ട്, കാർ ചാർജർ ഉണ്ട്, കുറേ ഉണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഇതിന് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് കാണാൻ പറ്റും. കുറേ ഈസി ആയിരിക്കും. ടൈപ്പ് 6, ടൈപ്പ് 7 കൊടുക്കുക. ഫിൽറ്ററിൽ കണക്ടർ ടൈപ്പ് എടുത്തിട്ട് ടൈപ്പ് 6 ആൻഡ് ടൈപ്പ് 7 കൊടുക്കണം. അതെ, അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മാത്രം ഈ ബ്ലേസ് DC മാത്രം കാണിക്കും. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നിടത്ത് നമുക്ക് അടൂരുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പല സ്ഥലത്ത് നമുക്കിങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് അപ്പോൾ ഇവിടെ ഇവിടെ എൻഗേജ്ഡ് ആണോ എന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ എന്താണ് കണ്ടീഷൻ? ഗ്രീൻ ആണെങ്കിൽ നമുക്ക് എൻഗേജ്ഡ് ആണ്. ഇപ്പോൾ റെഡ് ഇപ്പോൾ ചെറുതാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് പെരുന്തൽമണ്ണ വടക്കോട്ട് നോക്കും, ഇവിടെ റെഡ് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ഇൻ യൂസ് ആണ് ഇത്. അപ്പം അങ്ങനെ അറിയാൻ പറ്റും. റെഡ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ചാർജ് കൊണ്ടിരിക്കും. ഈവൻ അതുകൊണ്ട് ഇവിടെ ഒരു ഗ്രേ ഉണ്ടോ? ഗ്രേ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇവിടെ പവർ ഫീലർ ആയിരിക്കാം, മേ ബി എന്തെങ്കിലും ഇതായിരിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഏതറും വിട പോലുള്ള വണ്ടികളും നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഈ ഒരു ഗണ്ണാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സെയിം തന്നെ ഇവിടെ എടുത്ത് ഗണ്ണ് കണക്ട് ചെയ്യുക. ഏതറിൻ്റെ പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഈ ഗണ്ണാണ്, ടൈപ്പ് 7 ആണ്. പിന്നെ നമ്മൾ ആപ്പ് എടുക്കുന്നു, നമ്മൾ സ്കാനിങ് എടുക്കുന്നു, QR കോഡ് എടുക്കുന്നു. അത് ഈ ലെഫ്റ്റിൽ ഏതറിൻ്റെ രണ്ട് QR കോഡാണ്. അപ്പോൾ രണ്ട് അത് ശ്രദ്ധിച്ചോണം.
ടൈം ഞാനൊരു 10 മിനിറ്റ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് കൊടുക്കുന്നു. ദെൻ ഫിനിഷ് ചാർജിങ് കൊടുത്ത് കാണിച്ചു വണ്ടി. ഏതാണ്ട് കീ ഓഫ് ചെയ്ത് മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ചാർജിങ് ഫാസ്റ്റ്, നോർമലാണെങ്കിൽ ഫാസ്റ്റ് ഒന്നും കാണിക്കത്തില്ല. ഫാസ്റ്റ് പറയാൻ ഫാസ്റ്റ് ചാർജറായി. അപ്പോൾ നമ്മൾ നേരത്തെ ഓലയുടെ ചാർജിങ് സ്റ്റോപ്പ് ചെയ്തതുപോലെ തന്നെ എൻ്റെ ബുക്കിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇലക്ട്രിക് 2 വീലർ Type 6 ഓർ Type 7 ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ബോൾട്ടറിൻ്റെ ബ്ലേസ് DC യൂസ് ചെയ്ത് നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴത്തേക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. 1 ലക്ഷം രൂപയിൽ താഴെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ബ്ലേസ് DC ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. നിലവിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉള്ളത് കൊണ്ടും ഇതുപോലുള്ള ചാർജിങ് ഫെസിലിറ്റീസിന്റെ അഭാവം കാരണവും നമ്മളൊരു ചാർജ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നിങ്ങൾ ചാർജ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുന്ന ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നിങ്ങൾ പ്രൈം ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സായി മാറുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സുകൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.